ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട് നിർണായക സൂചനകൾ പീപ്പിൾ ടിവി പുറത്തുവിട്ടു. ജിഷയുടെ അമ്മ രാജേശ്വരിക്കും ജിഷയ്ക്കും ജിഷയുടെ സഹോദരി ദീപയ്ക്കും അമീറുൽ ഇസ്ലാമിനെ അറിയാമെന്ന് സൂചന. അമീറുളിൽ നിന്ന് ജിഷയുടെ കുടുംബം പണം കൈപ്പറ്റിയെന്നും സൂചന. പണത്തിനു പകരം വിവാഹം കഴിക്കണമെന്ന ആവശ്യം വിസമ്മതിച്ചത് കൊലയ്ക്ക് കാരണമായി എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ജിഷ വധക്കേസിൽ പിടിയിലായ അമീറുൽ ഇസ്ലാമിനെ രാജേശ്വരിക്കും ജിഷയ്ക്കും സഹോദരി ദീപയ്ക്കും നേരത്തെ അറിയാമായിരുന്നു എന്ന അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നതായ സൂചനയുണ്ട്. അമീറുളിൽ നിന്നും ജിഷയുടെ കുടുംബം നേരത്തെ പണം കൈപ്പറ്റിയിരുന്നതായും തുടർന്നുള്ള പരിചയമാണ് അമീറുളിനെ ജിഷയുടെ കുടുംബത്തെ കൂടുതൽ പരിചയപ്പെടാൻ സഹായിച്ചതെന്നുമാണ് പുതിയ വിവരങ്ങൾ. എന്നാൽ പണം തിരികെ നൽകാതായപ്പോൾ അമീറുൽ ജിഷയെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം ജിഷ നിരസിച്ചിരുന്നതായാണ് പോലീസിന് വിവരം ലഭിക്കുന്നത്. കൊലപാതക ദിവസം രാവിലെ 11:30 അമീറുൽ ജിഷയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ട സാക്ഷിയുണ്ടെന്നും ഇയാൾ അമീറുലിനെ തിരിച്ചറിഞ്ഞതായുമാണ് സൂചനകൾ. നാളെ നടക്കാനിരിക്കുന്ന തിരിച്ചറിയൽ പരേഡിൽ പങ്കെടുക്കുവാൻ മറ്റ് സാക്ഷികൾ വിമുഖത കാണിക്കുന്നതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ജിഷയുടെ വീടിന് സമീപത്തെ കുളിക്കടവിൽ വെച്ച് അമീറുലിനെ ഒരു സ്ത്രീ അടിച്ചതായി അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരമനുസരിച്ച് ആ സ്ത്രീ ജിഷയുടെ അമ്മ രാജേശ്വരിയാണെന്നും അമീറുലിന് നൽകാനുള്ള പണത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് അടിയിലേക്ക് കലാശിച്ചതെന്നും വിവരം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ വിവരം നേരത്തെ തന്നെ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു എന്നതാണ് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്. പെരുമ്പാവൂർ ജിഷ വധക്കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തതോടെ അന്യസംസ്ഥാന തൊഴിലാളികളിൽ ആശങ്ക വർദ്ധിച്ചു. അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. കേരളത്തിൽ ഏറ്റവും അധികം അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നത് പെരുമ്പാവൂരിലാണ്. ജിഷ വധക്കേസിലൂടെ വീണ്ടും ഒരു അന്യസംസ്ഥാന തൊഴിലാളി പ്രതിയായതോടെ ജീവിതമാർഗം തേടിയെത്തിയ ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ ഭാവിയാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത്. എവിടുത്തെ ആൾക്കാർ ശരിയില്ല. അതെ, ബംഗാളി പിന്നെ ആസാംകാർ അവർ ശരിയില്ല. അതൊക്കെ ഉറപ്പും. പെരുമ്പാവൂരിലെ കണ്ടന്തറ എന്ന പ്രദേശം പൂർണ്ണമായും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കയ്യിലാണ്. ഇവരുടെ തന്നെ കടകളും മറ്റുമാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. ഓരോ ദിവസവും മുറികളിൽ ആളുകളുടെ എണ്ണം കൂടിയും കുറഞ്ഞും ഇരിക്കും. ആയതിനാൽ കെട്ടിട ഉടമകൾ പുലർച്ചെയോടെ എത്തി തലയെണ്ണിയാണ് വാടക ഈടാക്കുക. ഒരാളുടെ കയ്യിൽ നിന്നും 30 രൂപ മുതൽ 50 രൂപ വരെയാണ് ഒരു ദിവസത്തെ വാടക. പ്രതിദിനം 800 രൂപ മുതൽ 2000 രൂപ വരെ വേതനം ലഭിക്കുന്ന ഈ തൊഴിലാളികളുടെ ജീവിത ചെലവാകട്ടെ 2000 രൂപയിൽ താഴെ മാത്രം. ബാക്കി പണം ഇടയ്ക്കിടെ വന്നു പോകുന്ന സുഹൃത്തുക്കൾ വഴി നാട്ടിലെത്തിക്കും. തൊഴിലാളികൾക്കിടയിൽ അക്രമവാസനകൾ കൂടി വരുന്നത് മൂലം തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് ഈ തൊഴിലാളികൾ ഇപ്പോൾ. ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട് അന്യസംസ്ഥാന തൊഴിലാളി പിടിയിലായതോടെ ജീവിതമാർഗം തേടി ഇവിടെ എത്തിയ 100 കണക്കിന് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ ജീവിതമാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത്. ക്യാമറാമാൻ ഇല്യാസിനൊപ്പം ഷാജഹാൻ. അമീറുൽ ഇസ്ലാമിന്റെ സുഹൃത്തിനെ അസാമിൽ നിന്ന് പോലീസ് കണ്ടെത്തി. പോലീസ് ഇയാളെ ഉടൻ ചോദ്യം ചെയ്യും. ആവശ്യമെങ്കിൽ ഇയാളെ കേരളത്തിലെത്തിക്കും. അതേസമയം അമീറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് നാളെ നടക്കും. തെളിവെടുപ്പിനായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, വിവരങ്ങൾ. അഞ്ജു, ജിഷയുടെ കൊലപാതകത്തിന് തലേനാൾ വരെ സുഹൃത്ത് ഒപ്പമുണ്ടായിരുന്നതായും ഇയാൾക്ക് കൊലപാതകം സംബന്ധിച്ച് വിവരങ്ങൾ അറിയാമായിരിക്കുമെന്നുമുള്ള നിഗമനത്തിലാണ് സുഹൃത്തിനെ കണ്ടെത്താനായി ഒരു സംഘം ആസാമിലേക്ക് തിരിച്ചത്. ഷാഡോ SI വി ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സുഹൃത്തിനെ ആസാമിൽ കണ്ടെത്തിയതായാണ് വിവരം. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചാൽ ആവശ്യമെങ്കിൽ കേരളത്തിലേക്ക് കൊണ്ടുവരാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ആസാമിലുള്ള അമീറുളിന്റെ മറ്റ് സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും. പെരുമ്പാവൂർ വൈദ്യശാലപ്പടിയിലെ പ്രതിയുടെ താമസ സ്ഥലത്ത് നിന്നും കണ്ടെടുത്ത കത്തിയല്ല കൊലയ്ക്ക് ഉപയോഗിച്ചതെന്ന് ഫോറൻസിക് വിദഗ്ധരും കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെടുത്ത കത്തിയിൽ രക്തക്കറ കണ്ടെത്താനായിട്ടില്ല. കൂടുതൽ ആയുധങ്ങൾ കൊലയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന നിഗമനത്തിലെത്തിയിരിക്കുന്ന പോലീസ് ആയുധങ്ങൾ കടത്താൻ പ്രതി മറ്റൊരാളുടെ സഹായം തേടിയിട്ടുണ്ടെന്നും വിലയിരുത്തുന്നുണ്ട്. ഇയാൾക്ക് വേണ്ടിയും പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. അതേസമയം പ്രതി അമീറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് നാളെ നടക്കും. കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ച് കുന്നംപുറം മജിസ്ട്രേറ്റ് ഷിബു ഡാനിയലിന്റെ സാന്നിധ്യത്തിലായിരിക്കും തിരിച്ചറിയൽ പരേഡ്. അഞ്ജു. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. അതിരപ്പള്ളി അടക്കമുള്ള പദ്ധതികൾ ജനാഭിപ്രായം മാനിച്ച് നടപ്പാക്കൂ എന്ന് വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങി ജനങ്ങളുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കില്ല. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡുകളിൽ അഴിമതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ജനങ്ങൾ ആണ് ഞങ്ങളുടെ യജമാനന്മാരെന്ന് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാർ. അവരുടെ വിനീത വിശ്വസ്ത വിധേയ ദാസന്മാരാണ് മന്ത്രിമാർ. ജനാഭിപ്രായത്തിനപ്പുറം ഞങ്ങൾക്കൊരു അതെ ജനാഭിപ്രായത്തിനപ്പുറം
ഒരു അഭിപ്രായവും ഞങ്ങൾക്കില്ല എന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. തലശ്ശേരി കുട്ടിമാക്കൂലിൽ നടന്നത് ദളിത് പീഡനമല്ലെന്നും UDF രാഷ്ട്രീയ നാടകമാണെന്നും വ്യക്തമാവുന്നു. അയൽവാസികൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ രാഷ്ട്രീയമാക്കാനും പിന്നീട് ദളിത് പ്രശ്നമാക്കാനുമാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ഇതിനായി കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് നേതാവും കൂടിയായ പെൺകുട്ടികളുടെ പിതാവ് രാജനും ഒത്തുകളിക്കുകയാണെന്നും ഇവരുടെ ബന്ധുക്കളും അയൽവാസികളും വ്യക്തമാക്കുന്നു. തലശ്ശേരി കുട്ടിമാക്കൂലിൽ സംഭവിച്ചത് ദളിത് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണമായിരുന്നില്ലെന്ന് പരിസരത്തെ ഇവരുടെ ബന്ധുക്കളും അയൽവാസികളും ഒന്നടങ്കം വ്യക്തമാക്കുന്നു. ജാതി അധിക്ഷേപങ്ങൾ നടത്തുന്നവരല്ല ഇവരാരും തന്നെ. എന്തൊക്കെയായിരുന്നു കുട്ടിമാക്കൂലിൽ സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഇവർ ഇങ്ങനെ മറുപടി പറയുന്നു. അത് എന്റെ സത്യം പറയാന്ന് എന്റെ സ്വന്തം ആൾക്കാരാണ്, എന്റെ മരുവോളെ മക്കളാണ്. ഇത് രാഷ്ട്രമുതലെടുപ്പിന് രാഷ്ട്രമുതലെടുപ്പ് ഭരിക്കുന്നത് മാസി പാർട്ടിക്കാരായി. അതിന്റെ പേരിൽ ഒന്ന് കുത്തിക്കാരി പിടിക്കാം. അച്ഛനും അമ്മയും ഒരിക്കലും പറഞ്ഞാൽ കേൾക്കൂല. കത്തി വെക്കുക പാടി. ഞാൻ എന്റെ ഭാര്യ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ അങ്ങനെ മരുവകളെ പറഞ്ഞു എന്നറിയാം. എന്തിനാ ഇവിടെ നമ്മളെന്ത് പറയാനാണ്? അപ്പോൾ ബ്ലേഡ് വെക്കും. ഇതല്ലേ പിള്ളേർ തൊഴിലാ. അയൽവാസി സക്കീനയുടെ മകൻ CPIM പ്രവർത്തകർക്കൊപ്പം നടക്കുന്നതായിരുന്നു ഇവരുടെ ആദ്യ പരാതി. പിന്നീട് സക്കീനയുടെ വീട്ടിലേക്ക് വെള്ളം ഒഴുക്കിവിട്ട് തുടങ്ങിയ പ്രശ്നം കോൺഗ്രസ് പ്രവർത്തകരും CPIM പ്രവർത്തകരും പോലീസും ചേർന്ന് മധ്യസ്ഥതയിലൂടെ ചർച്ച ചെയ്ത് പരിഹാരമാക്കി. എന്നാൽ നിബന്ധനകൾ ലംഘിച്ച രാജൻ സക്കീനയുടെ മകന്റെ സുഹൃത്തായ DYFI പ്രവർത്തകനെ വീണ്ടും അസഭ്യവർഷം ചൊരിയുന്നിടത്തെത്തി കാര്യങ്ങൾ. ഇതാണ് പാർട്ടി ഓഫീസിന് താഴെ രാജൻ കാവിൽ നിന്ന് 2 പെൺകുട്ടികളെ ഇരുമ്പു പൈപ്പും വിറകുകൊള്ളിയുമായി മുകളിലേക്ക് കയറ്റിവിട്ട് കാരം ബോർഡ് കളിക്കായിരുന്ന 4 ചെറുപ്പക്കാരെ മർദ്ദിക്കുന്ന അവസ്ഥയിലെത്തിച്ചത്. പിന്നീട് ദളിത് സ്ത്രീകളെ ജാതി വിളിച്ചാക്ഷേപിച്ചുവെന്ന് പരാതി നൽകി രാഷ്ട്രീയ വൈരാഗ്യം ദളിത് പ്രശ്നമാക്കി മാറ്റുകയായിരുന്നെന്ന് ഇവർ വ്യക്തമാക്കുന്നു. എന്റെ മോന് മെമ്പർഷിപ്പ് മുറിക്കാൻ പോയിട്ട് നേരെ അത് അവർക്കൊരു ചെറിയൊരു പ്രശ്നമായി. മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ മെമ്പർഷിപ്പ് മുറിക്കാൻ പോയതുകൊണ്ട് അങ്ങനെ അവനെ ചീത്ത പറഞ്ഞോറ്. രാജേട്ടാ നമ്മളെ വീട്ടിൽ പോസ്റ്ററെല്ലാം വെച്ചതിന് എല്ലാം പ്രശ്നമാണ്. നേരെ പ്രശ്നമുണ്ടെങ്കിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഈ വഴീൻ്റെ ഈ പൈപ്പ് അവരെ സൺസൈഡുമുള്ള പൈപ്പിലെ വെള്ളം തേച്ച് നമ്മളെ മുമ്പിലേക്ക് വന്നിട്ട് അവിടെ മണ്ണിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മണ്ണിട്ടിട്ട് ചളിയാട്ടിയിട്ട് അവരെ കിണറ്റിലേക്ക് വെള്ളം എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ പൈപ്പ് നമ്മളെ മുമ്പിലേക്ക് ഇട്ടിട്ട് കംപ്ലീറ്റ് ചളിയായി. അങ്ങനെ ഞാൻ അവരുടെ ഭാര്യയോട് പറഞ്ഞ് പൈപ്പൊന്ന് തിരിച്ചിട്ട് അങ്ങോട്ട് തന്നെ ആക്കണം എന്നാണ് പറമ്പിലേക്ക്. അങ്ങനെ ഓറ് തിരിച്ചിട്ട് ഓരോ പറമ്പിലേക്ക് തന്നെ ആക്കി. ഇവർ വന്നേരം നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ആക്കി. അങ്ങനെ എനിക്കാരുടെ പാർട്ടിക്കാരുള്ള വിളിക്കളാന്ന് പറഞ്ഞ് അങ്ങനെ ഇവൻ ആരെല്ലാം വിളിച്ച് 2 നാളെ പിന്നെ പിള്ളേരെന്തല്ലോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ വീട്ടിൽ വന്ന് കാര്യം അടിയായി. ചട്ടിയെല്ലാം പൊട്ടിച്ചിട്ട് ടൈലെല്ലാം അങ്ങനെ പൊട്ടിച്ചിട്ട് ഞാൻ പരാതി കൊടുത്ത് തലശ്ശേരി പോയിട്ട് അങ്ങനെ ഇവരെ വിളിച്ച് ഒത്തുതീർപ്പാക്കിയത്. ഇവർ പൈപ്പ് അങ്ങോട്ടാക്കിയിട്ട് അതിന് ശേഷം പിന്നെ ഇവള് പിന്നെ എൻ്റെ മോൻ്റെ പേരിൽ വനിതാ സെല്ലിൽ പോയിട്ട് പരാതി കൊടുത്ത്. ഇതിനു മുൻപും ഇവർ സ്വസമുദായത്തിൽപ്പെട്ടവരെയും മറ്റു സമുദായത്തിൽപ്പെട്ടവരെയും സമുദായം, സ്ത്രീകൾ എന്നീ പരിഗണന മുതലെടുത്ത് ഉപദ്രവിച്ചതായി ബന്ധുക്കളടക്കം സാക്ഷ്യപ്പെടുത്തുന്നു. ഇവരെ സ്വഭാവം വെച്ചിട്ട് 1-നും 2-നും എല്ലാത്തിനും കേസ് കൊടുക്കല അവരുടെ മെയിൻ പരിപാടി. ഈ എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ തന്നെയാണ്. പക്ഷെങ്കിൽ എനിക്ക് പോലും നല്ല വാണിങ്ങും എന്നെ ഭീഷണിപ്പെടുത്തുക അടക്കം ചെയ്തിട്ടുണ്ട്. അയൽവാസികളുമായുണ്ടായ ഈ പ്രശ്നമാണ് ദളിത് പ്രശ്നമാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ UDF രംഗത്തെത്തിയത്. കോടതിയിൽ ജാമ്യം കിട്ടുമായിരുന്ന കേസിൽ ആദ്യ ദിവസം ജാമ്യ ഹർജി പോലും നൽകാതെ UDF നാടകം കളിച്ചുവെന്ന ആരോപണവും ഉയരുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കണ്ണൂരിൽ ജയിലിലടയ്ക്കപ്പെട്ട ദളിത് യുവതികളിൽ ഒരാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന്റെ ഉത്തരവാദിത്വം പോലീസിനാണെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. സംഭവത്തിൽ രാഷ്ട്രീയമായും നിയമപരമായും പോരാട്ടം നടത്തും. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി വിചിത്രമാണ്. യുവതികൾക്കായി കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടും സ്വീകരിക്കാത്ത മജിസ്ട്രേറ്റിന്റെ നടപടി ദുരൂഹമാണെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ജനാധിപത്യ വിരുദ്ധമായ നീതിരഹിതമായ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാനാവില്ല. ഇതിനെതിരെ രാഷ്ട്രീയമായി നിയമപരമായി ശക്തമായ പോരാട്ടം നടത്താൻ കോൺഗ്രസ് പ്രസ്ഥാനം, UDF പ്രസ്ഥാനം തയ്യാറാണ്. കണ്ണൂർ മജിസ്ട്രേറ്റിനെ അടുത്തെയാണ് ഒരു ചെന്നത്. ചേംബറിൽ വെച്ച് അപേക്ഷ സ്വീകരിച്ചിരുന്നു. പക്ഷെ മജിസ്ട്രേറ്റ് ആ ജാമ്യാപേക്ഷ സ്വീകരിച്ചില്ല. കേരളം, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവലോകന ചർച്ച ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. CPIM കേന്ദ്ര കമ്മിറ്റിയിൽ പുരോഗമിക്കുന്നു. പശ്ചിമ ബംഗാൾ ഘടകം സ്വീകരിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രം പാർട്ടി നയവുമായി യോജിക്കുന്നതല്ലെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു. വിവരങ്ങളുമായി M സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, പശ്ചിമ ബംഗാളിന്റെ തെരഞ്ഞെടുപ്പ് അവലോകനം പൂർത്തിയായോ? തുടർന്നായിരിക്കില്ലേ മറ്റ് സംസ്ഥാനങ്ങളുടെ അവലോകനം?
പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വിശകലനം ചെയ്തുകൊണ്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ പുരോഗമിക്കുന്നത്. ഇന്നലെ ആരംഭിച്ച ചർച്ച ഇന്ന് വൈകുന്നേരത്തോടുകൂടി പൂർത്തിയാകും. പ്രത്യേകിച്ചും പശ്ചിമ ബംഗാൾ ഘടകത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് കൂടുതലായും ചർച്ചയിൽ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത്. ഇതിൽ തന്നെ പശ്ചിമ ബംഗാൾ ഘടകം സ്വീകരിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രം പാർട്ടി നയങ്ങൾക്ക് യോജിച്ചതല്ല എന്നുള്ള ഒരു അഭിപ്രായം കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും ഈ പശ്ചിമ ബംഗാൾ ചർച്ച പൂർത്തിയായതിനു ശേഷം മറ്റ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാകും. ഇതിനുശേഷം ചർച്ചകൾ പൂർത്തിയായതിനു ശേഷം പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്ന് ഈ ചർച്ചകളിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങളെല്ലാം തന്നെ വിശദമായി പരിശോധിക്കും. തിരഞ്ഞെടുപ്പ് വിലയിരുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ കൂടാതെ പാർട്ടി പ്ലീന തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനാവശ്യമായ ചർച്ചകളാണ് പിന്നീട് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകുക. അഞ്ജു. എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ചെയർമാനായി മുൻ ക്രിക്കറ്റ് താരവും BJP എംപിയുമായിരുന്ന ചേതൻ ചൌഹാനെ നിയമിച്ച കേന്ദ്ര സർക്കാർ നടപടി വിവാദമാകുന്നു. ചെയർമാൻ സ്ഥാനത്തേക്ക് പ്രമുഖരുടെ പേരുകൾ ഉയർന്നിരുന്നുവെങ്കിലും ഫാഷൻ മേഖലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളെ ചെയർമാനാക്കി നിയമിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചെയർമാൻ നിയമനത്തിന് പിന്നാലെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിലെ ചെയർമാൻ നിയമനവും ചോദ്യം ചെയ്യപ്പെടുന്നത്. NIFT നിയമം അനുസരിച്ച് പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ, ശാസ്ത്രജ്ഞൻ, സാങ്കേതിക വിദഗ്ധൻ തുടങ്ങിയവരിൽ നിന്നാണ് ചെയർമാനെ കണ്ടെത്തേണ്ടത്. എന്നാൽ NIFTയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് കേന്ദ്ര സർക്കാർ മുൻ ക്രിക്കറ്റ് താരവും 2 തവണ BJP എംപിയുമായ ചേതൻ ചൌഹാനെയാണ് നിയമിച്ചത്. പ്രമുഖരുടെ പട്ടിക തള്ളിയായിരുന്നു കേന്ദ്ര സർക്കാർ ചൌഹാനെ നിയമിച്ചത്. സോഷ്യൽ മീഡിയകളിലടക്കം ചേതൻ ചൌഹാന്റെ നിയമനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ചേതൻ ചൌഹാൻ നിലവിൽ ഡൽഹി ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റും BCCIയിലെ സീനിയർ ഒഫീഷ്യലുമാണ്. സ്വന്തമായി ക്രിക്കറ്റ് അക്കാദമിയും വ്യവസായിയുമായ ചേതൻ ചൌഹാന് ഫാഷൻ മേഖലയുമായി എന്തു ബന്ധമെന്ന ചോദ്യമാണ് ഉയരുന്നത്. തന്റെ സമയത്തിന്റെ 60% ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷനു വേണ്ടിയും 20% സ്വന്തം ബിസിനസിനും ബാക്കി സമയം NIFTക്കും വേണ്ടി ചെലവഴിക്കുമെന്ന ചേതൻ ചൌഹാന്റെ പ്രസ്താവനയ്ക്കെതിരെയും പ്രതിഷേധം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ.